കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വിവാഹം കഴിഞ്ഞ് വിദേശത്തേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഭാര്യയുമായി തിരുവനന്തപുരത്തേക്ക് എത്തിയ വ്യക്തിയുടെ ഭാര്യയുടെ മരണം എല്ലാവരെയും ഞെട്ടിച്ചത്. ഇപ്പോൾ ഇതാ അമിത വേഗത്തിലെത്തിയ കാറ് ബൈക്കിനെ ഇടിച്ചു തെറിപ്പിച്ച് ജോലി തേടി കൊച്ചിയിലെത്തിയ 21-കാരിക്ക് ദാരുണാന്ത്യം എന്നാണ് അറിയുന്നത്. ഒരുപാട് യുവതികൾ ഇങ്ങനെ മരിക്കുന്നത് വളരെയധികം വേദനാജനകമായ വാർത്തയായി മാറുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് 24 വയസ്സുള്ള ആ കുട്ടിയാണ് മരിച്ചതെങ്കിൽ ഇന്നിതാ 21 വയസ്സുള്ള പെൺകുട്ടിയാണ് മരിക്കുന്നത്. ജോലി എന്ന സ്വപ്നവുമായിട്ടാണ് കൊച്ചിയിലെത്തിയത്. നന്നായി ജോലി ചെയ്യണം, നല്ല രീതിയിൽ തന്നെ ജീവിക്കണം, വീട്ടിലുള്ളവരെയും നോക്കണം, ഒരുപാട് ആഗ്രഹങ്ങൾ തൻ്റെ മുന്നിലുണ്ട്. അങ്ങനെയായിരുന്നു ഇഷാന ഇസ്മത്ത് എന്ന 21-കാരി എപ്പോഴും പറയാറുണ്ടായിരുന്നത്. കൊച്ചിയിലെത്തിയ 21-കാരിക്ക് വാഹനാപകടത്തിലാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. കാസർഗോഡ് ചെങ്കള നെല്ലിക്കെട്ട് ചെർളയടുക്കത്ത് ഇഷാനയാണ് മരിച്ചത്. നെടുമ്പാശ്ശേരിയിൽ അത്താണി എയർപോർട്ട് VIP റോഡിൽ തിങ്കളാഴ്ച പുലർച്ചെ 4:30 ഈ സംഭവം. ഇഷാന സഞ്ചരിച്ച ബൈക്കിന് പിന്നിൽ കാറ് ഇടിക്കുകയായിരുന്നു. പുലർച്ചെ 4 മണിയായതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും ഇല്ലായിരുന്നുവെന്ന് വേണം പറയാൻ. അത്താണി പെട്രോൾ പമ്പ് കഴിഞ്ഞുള്ള വളവിൽ വെച്ചാണ് അപകടമുണ്ടായത്. ബൈക്കിന് പിന്നിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന ഇഷാനയ്ക്ക് ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ബൈക്ക് ഓടിച്ചിരുന്ന സുഹൃത്തും കാസർഗോഡ് സ്വദേശിയുമായ സർഫാത്ത് പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുകയാണ്. അപകടമുണ്ടാക്കിയ സ്വിഫ്റ്റ് കാർ ഓടിച്ചിരുന്നത് അരൂർ സ്വദേശിയായ 17-കാരനാണെന്ന് പോലീസ് കണ്ടെത്തി. കുടുംബാംഗങ്ങൾക്കൊപ്പം അത്താണിയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇയാൾ. അപകടത്തിന് ശേഷം കാർ നിർത്താതെ പോയതായി ദൃക്സാക്ഷികൾ പറയുന്നു. കാസർഗോഡ് യുണൈറ്റഡ് മെഡിക്കൽ സെന്ററിലെ ജീവനക്കാരിയായിരുന്ന ഇഷാന മെച്ചപ്പെട്ട തൊഴിലവസരം തേടിയാണ് കൊച്ചിയിലെത്തിയത്. പരേതനായ അബൂബക്കറിൻ്റെയും നസീവയുടെ മകളാണ്. മൃതദേഹം അങ്കമാലി ജനറൽ ആശുപത്രിയിലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയി. സംസ്കാരം രാത്രിയോടെ ചെർളയ്ക്കടുത്ത വീട്ടുവളപ്പിൽ നടക്കും. സഹോദരങ്ങൾ മുഹമ്മദ് ഇജാസ്, അബ്ദുൽ, ഇനാസ്, അഹമ്മദ്, ഇംതിയാസ്. 3 സഹോദരങ്ങളുടെ ഒരൊറ്റ പെങ്ങളാണ് ഈ പറയുന്ന ഇഷാന ഇസ്മത്ത്. 21-കാരി കൊച്ചിയിലെത്തിയത് ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടായിരുന്നു. തൻ്റെ കുടുംബത്തിൽ വാപ്പയില്ല എന്നുള്ളതും തൻ്റെ ഉമ്മയെ നോക്കണമെന്നുള്ളതും സഹോദരങ്ങളെപ്പോലെ തന്നെ ഇഷാനയുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഇന്നത്തെ പെൺകുട്ടികളൊക്കെ തന്നെയും ഇങ്ങനെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ സഹോദരങ്ങൾ ഉണ്ടല്ലോ എന്ന് കരുതി മാറി നിൽക്കില്ല. പകരം സ്വന്തം കാര്യം നോക്കാനും കുടുംബത്തെ നോക്കാനും പ്രാപ്തരാകാനാണ് എത്രയും വേഗം ശ്രമിക്കാറുള്ളത്. പ്രേക്ഷകരും ഇതുതന്നെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ് എന്ന് പറയാം. ഇപ്പോൾ വീണ്ടും 21-കാരിയുടെ മരണം സംഭവിച്ച വാർത്ത വളരെ വേദനയാകുന്നു.